السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا. وعبد الله بن عمر رضي الله عنه قال رسول الله صلى الله عليه وسلم اثنتان لا تجاوز صلاتهما رؤوسهما عبد عبق من مواليه حتى തർജിഅ വംറഅത്തുൻ അസത് സൗജഹ ഹത്താ തർജിഅ റവാഹു അൽ ഹാക്കിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്ത അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. രണ്ട് തരം ആളുകൾ, ആ രണ്ടു തരം ആളുകളും അള്ളാഹുവുമായി ചെയ്യേണ്ടുന്ന ബാധ്യത വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിസ്കാരം ഇടതടവില്ലാതെ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ സമയവ്യത്യാസവും ഇല്ലാതെ ഒരു നേരത്തെ നിസ്കാരം പോലും വൈകിക്കാതെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണ്. പക്ഷെ റസൂൽ പറഞ്ഞത് ലാ തുജാവിസു സ്വലാത്തുഹുമ റുഊസുഹുമ, പക്ഷെ അവരുടെ നിസ്കാരം അവരുടെ തല വിട്ടിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോകില്ല, അതായത് അള്ളാഹുവിലേക്ക് ഉയരുകയില്ല. അത്തരം രണ്ട് ആളുകളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒന്ന്, അബ്ദുൻ, തൻ്റെ ജീവിതത്തിൽ മറ്റൊരാളെ ആശ്രയിച്ചു കഴിയേണ്ടി വരുന്ന ഒരടിമ. അബ്ഖ മിൻ മവാലിഹി ഹത്താ തർജിഅ, പക്ഷെ അയാൾ തൻ്റെ തൊഴിൽ ഉടമയെ പറ്റിച്ചു. മുൻപൊക്കെ ഉംറ വിസക്ക് പോയിട്ട് ചാടിയിട്ട് ജോലി ചെയ്ത് തുടി കൊടുത്ത് തിരിച്ചു വന്ന് പിന്നെ സുഖമായി ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ കഫീലിനോട് പടങ്ങി തെറ്റിപ്പോകുന്ന ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ. പിന്നെ കള്ള പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ആണ് നാട്ടിലേക്ക് എത്തിപ്പെടുക. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. വേണ്ട, നമ്മുടെ നാട്ടിലുണ്ടാവുമല്ലോ ചില ആൾക്കാർ നേരം വെളുത്തൊരു 9 മണിക്കാണ് വരുമ്പോൾ തന്നെ ഒരു ആണി എവിടെ എന്ന് വെച്ചിട്ട് വരും. എന്തിനാ ആണി? ഒരു ഷർട്ട് തൂക്കാൻ. അങ്ങനെ ആണിയൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് മതിലുമ്പോൾ തിറക്കുമ്പോഴത്തേക്ക് 9:30 ആയിട്ടുണ്ടാവും. പിന്നെ ഉപയോഗിക്കുക ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജർ ഉണ്ടാവും. അത് തെരഞ്ഞു പിടിച്ച് കൊടുക്കുമ്പോൾ മൂപ്പരത് കുട്ടി അതുപോലെ ചത്ത് കിടന്നിരുന്ന ഫോൺ ചാർജും കൂടെ ഓണായി വരുമ്പോഴത്തേക്ക് കോള് വന്നു. പിന്നെ അത് അറ്റൻഡ് ചെയ്യുമ്പോഴേക്ക് 10-10 അല്ലെങ്കിൽ ഒരു മഴ ചാറിയിട്ട് കയറി നിൽക്കും. എന്നിട്ടോ കറക്റ്റ് 1 മണിയാകുമ്പോഴത്തേക്ക് നിർത്തി പരിപാടി. പിന്നെ 1 മുതൽ 2:30 വരെ ഉറക്കാണ്, വിശ്രമം. 4:45 നിർത്തി. ആ പെയ്ത മഴയുടെ അരമണിക്കൂർ നീട്ടിയെടുക്കും? ഇല്ല. ഇങ്ങനെ തൊഴിൽ ഉടമയെ സമൂലമായി പറ്റിച്ച് ജീവിക്കുന്ന തൊഴിലാളികളുണ്ട്. എന്നാൽ കൃത്യമായി വെടുപ്പായി താൻ ചെയ്യുന്ന വേതനത്തിനനുസരിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇങ്ങനെ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉടമയിൽ നിന്ന് ചാടിപ്പോയി ഒരിക്കലും മടങ്ങി വരാത്ത ഒരാൾ, അതിപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായി ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, സ്വത്തും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും, പള്ളിയിൽ നിന്ന് നിസ്കരിക്കാത്ത വേണമെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ വേണ്ടപ്പെട്ട മർമ്മസ്ഥാനത്തൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിസ്കാരം അള്ളാഹു എന്ന ആ ഒരു തലത്തിലേക്ക് ഉയരാതെ നിസ്കാരം ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണ്ട. പിന്നെ അയാൾ ചെയ്തിട്ടൊക്കെ എന്താ കാര്യം? രണ്ടാമത് പറഞ്ഞത് വംറഅത്തുൻ അസത്ത് സൗജഹ, അനുസരണക്കേട് കാണിക്കുന്ന ഭാര്യ ഹത്താ തർജിഅ, ആ അനുസരണക്കേട് ഒഴിവാക്കിയിട്ട് തിരിച്ചു വരുന്നത് വരെ അവളുടെ നിസ്കാരം ഉണ്ടാവില്ല. ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും, അങ്ങേയറ്റത്തെ പ്രയാസം നേരിടുന്ന ഒരു ഘട്ടത്തിൽ പോലും ഭർത്താവിനോട് അനിഷ്ടം കാണിക്കാൻ പാടില്ല. ഒരു നല്ല സ്ത്രീയുടെ ലക്ഷണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഭർത്താവ് കൽപ്പിച്ചാൽ അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന് ശറഇന് വിരുദ്ധമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ അനുസരിക്കാൻ ബാധ്യസ്ഥയാണ് ഭാര്യ. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങളുടെ വിഷയത്തിൽ ഒരു ദിവസം തന്റെ ഭർത്താവുമായി പിണങ്ങി നേരം പുലരുന്നത് വരെ കഴിഞ്ഞുകൂടുന്ന ഒരു സ്ത്രീയെ നേരം പുലരുന്നത് വരെ മലായിക്കത്തുകൾ ശപിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പോൾ ആധുനിക ലോകത്തറിയാലോ, ഖുൽഉൻ ഫസ്ഖുൻ, അതായത് ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഇല്ലാതെയാക്കുന്നു എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഹറാമുൻ അലൈഹ റായിഹത്തുൽ ജന്ന, അവൾക്ക് സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കുകയില്ല. മറ്റൊരു ഭാഗത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഹുന്ന മുനാഫിഖാത്തുൻ, അവർ മുനാഫിഖുകളാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഈ ഹദീസിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വംറഅത്തുൻ അസത്ത് സൗജഹ, ഭർത്താവുമായി പിണങ്ങിക്കഴിഞ്ഞ അല്ലെങ്കിൽ ധിക്കരിച്ചു കഴിയുന്ന ഒരു പെണ്ണിന്റെ നിസ്കാരം അവൾ ആ തെറ്റ്
ഒഴിവാക്കി അല്ലെങ്കിൽ ഭർത്താവുമായി ഇണങ്ങി ജീവിക്കുന്നത് വരെ നിസ്കാരം അള്ളാഹുവിലേക്ക് കബൂൽ ചെയ്യാത്ത ഒരു കേവല ചടങ്ങ് മാത്രമായി മാറുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഒക്കെ കാത്തുരക്ഷിച്ച് നിസ്കരിക്കുന്ന നിസ്കാരം മുഴുവൻ കബൂൽ ചെയ്യുന്ന അമലായി തീരുന്ന അഭിവൃദ്ധി നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തന്ന് അള്ളാഹു മുഴുവനും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഇരുത്തവും സമയവും സ്വാലിഹായ ഒരു അമലായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാന്തിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വയോടുകൂടി മുന്നേറാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോട് പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അവരുടെയും നമ്മുടെയും അല്ലാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ് സ്വാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർവത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.